ஜோக்குக்கானாலும் அவன் இந்த ஏஜ்ல இப்படி எல்லாம் பண்றாளே லட்சு, அது நம்ம അപ്രിഷിയേറ്റ് பண்ணணும். അതിപ്പോ നമ്മ എന്താ കുഞ്ഞ ഏജില് നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാക്കിന് മാത്രം ഇത്രയും നീളം ഉണ്ടായിരുന്നു. എടി ഈ പ്രായത്തിലും ആ കൊച്ചു ഇത്രയൊക്കെ ചെയ്യുന്നില്ലയോ? നീ നിന്റെ മമ്മായിയും കൂടെ തലയും കുത്തിന്ന് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തല്ലോ. എന്നിട്ട് എന്തായി? ആ അത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാ കനക ഇവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നത്. ആണോ ആന്റി? ആന്റി ഇവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ടോ? அப்படியெல்லாம் இல்ல லட்சு. ആ പിന്നെ എന്താ അമ്മൂമ്മക്ക്? പറ കനകം, കാര്യം തുറന്നു പറയാൻ അങ്ങോട്ട്. പറയാൻ അങ്ങോട്ട്. ஐயோ என்னோட பேரு சொல்லி யாரும் இங்க சண்டை போடாதீங்க. ഇവിടെ അതിന് ആര് വഴക്കിട്ടു? അമ്മൂമ്മയുടെ കാര്യ പറഞ്ഞേ. ലച്ചു, ഞാനൊരു കാര്യം പറയാം. എനിക്ക് വയസ്സായി. ചുമ്മാതെ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനാണെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല. പിന്നെ കൊച്ചിലെ മുതലുള്ള എന്റെ ഒരു സ്വഭാവമുണ്ട്. ആവശ്യമില്ലാതെ ഞാൻ ആരോടും വഴക്കിന് പോകാറില്ല. നീ എന്താ ചിരിക്കുന്നേ? നീ മിണ്ടണ്ട. നീ ചിരിച്ചതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കനകം പറഞ്ഞേ, ഞാൻ ആവശ്യമില്ലാതെ ആരോടെങ്കിലും വഴക്കിന് പോകാറുണ്ടോ? കനകത്തിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നു? നീ എന്തിനാ പറയുമ്പോ അങ്ങോട്ട് നോക്കുന്നേ? എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാക്കാറുണ്ടോ? അങ്ങോട്ട് പറയാ. இல்ல, நீங்க யார்கிட்டயும் சண்டை போட மாட்டீங்க, அது எனக்கு நல்லா தெரியும். അങ്ങനെ മര്യാദയ്ക്ക് കാര്യം പറ. അത് തന്നെ, അങ്ങനെ മര്യാദക്ക് പറഞ്ഞു പറയിപ്പിക്ക്. നിനക്കേ വെച്ചിട്ടുണ്ടടി. ഞാൻ എടുത്തോളാം. വന്നു വന്നു പാവങ്ങൾക്കിവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഓക്കെ അല്ലേ പാറു? ഓക്കെ. പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം. മിണ്ടു ചേട്ടാ, ഫോൺ നമ്പറും കൂടി വെക്കണോ? എന്തിന്? അതാണെങ്കി കട തുറന്നോ ഇല്ലെന്ന് വിളിച്ചു വെച്ചിട്ട് വരാലോ. അത് വേണ്ട ചേച്ചു. എന്താ? കൊടുക്കുവാണെങ്കിൽ ലച്ചു ചേച്ചിയുടെ നമ്പരേ കൊടുക്കാൻ പറ്റും. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കട തുറന്നിട്ടില്ലെന്നങ്ങ് പറയും. അയ്യോ ഒന്നും വേണ്ട. അതാ പറഞ്ഞു വേണ്ടെന്ന്. എന്നാ പിന്നെ നമുക്ക് അടുത്ത പോസ്റ്റർ ഒട്ടിക്കാൻ പോയാലോ? ഇവിടെ ഒട്ടിച്ചാലോ? അതിനാണ് നമുക്ക് കുറച്ചും കൂടെ അവിടെ പോയി ഒട്ടിക്കാം. ഇവിടെയാ? അതിനാണ്ടോ കുറച്ചും കൂടെ അങ്ങോട്ട്. ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? அம்மா, அவ போஸ்ட் ஒட்டிக்க போயிருப்பா. അല്ല അതെനിക്കറിയാമല്ലോ. അല്ല എന്നിട്ട് കാണുന്നില്ല. പോയിട്ട് വരാൻ സമയം കഴിഞ്ഞല്ലോ. ഇവരെ കണ്ടില്ലല്ലോ. ரொம்ப தூரம் எல்லாம் போயிருப்பாளோ? ഏയ് അങ്ങനെ ദൂരത്തൊന്നും പോകത്തില്ല. അങ്ങനെ പോവാന്നെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. பின்னொரு சமாதானம், அவங்க குழந்தைங்க எல்லாம் இருக்காங்கல்ல, அதனால பிரச்சனை இல்ல. അതെ. அம்மா, அவளுக்கு இப்ப இந்த கடை அது மட்டும் தான் நினைப்பு. കാലങ്കാർത്താലെ എല്ലാം എഴുந்திருக்கிறாமா. അത് പിള്ളേരെല്ലാം രാവിലെ ഇങ്ങനെ വരത്തില്ലയോ? ഈ കടയുടെ മുമ്പിലല്ലയോ കളിയും ചിരിയും തമാശയും തകർപ്പും എല്ലാം. இப்படியான அவ ரொம்ப ஃபேமஸ் ஆவா. ഇവിടെ എല്ലാരും ഫേമസ് ഇല്ലയോ? കേശു ആണെങ്കിൽ കേശുവിനെ ഇവിടെ അറിയാത്തതായിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല. அது நீங்க சொன்னது கரெக்ட் தான். பாரு செல்லம் தான். பாருங்க வர. ഇത് ഒറ്റയ്ക്കാണോ വരുന്നത്? മിട്ടും കിച്ചുമൊക്കെ എന്തിയേ? അവരൊക്കെ ആ ഗേറ്റ് വരെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടു. എന്താ? അതെ, വീട്ടുചേട്ടൻ ഇങ്ങോട്ട് വന്നാലേ ഇന്നത്തെ മൊത്തം തിന്നു കിട്ടും. ഈ കടയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണോ സർക്കിട്ട് നടക്കുന്നേ? ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ കുട്ടികളോടും പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? 1 മണിക്കൂർ കട മുടക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ അടിച്ചു. ഇനി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആണോ? അമ്മമ്മ ഫ്രീ ആണോ? എന്തിനാ? ഒരു ചായയുടെ പരിപാടിയും കൂടെ തുടങ്ങാനായിരുന്നു. മാസം എന്താന്ന് വെച്ചാൽ ചില്ലറന്നേക്കാം. കാശ് മുടക്കി കടയിട്ട് തന്നിട്ട് ഞാൻ ഇനി നിനക്ക് ചായയും കൂടെ അടിച്ചില്ലയോ? നീ ആട് കൊള്ളാലോ. பாரு ஃபுல்லா போஸ்டர் எல்லாம் ஒட்டிச்சாச்சா? എല്ലായിടത്തും ഒട്ടിച്ചു. കിച്ചു പിന്നെ മിടിച്ചേട്ടനും കട്ടിക്ക് കൂടെ ഇന്ന്. മിട്ടൂനാണല്ലോ ഇവിടെ കട തുടങ്ങാൻ ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ ഡെയിലി പറ്റിന് സാധനം വാങ്ങിച്ചോണ്ട് പോവാല്ലാതെ കാശ് എടുത്തില്ല. എത്ര കാശ് തരാനുണ്ടെന്ന് അറിയോ? മക്കള് കാശ് ചോദിക്കാനൊന്നും പോണ്ട. തരുവാണെങ്കിൽ മേടിച്ചാ മതി. അല്ലാതെ മക്കളായിട്ട് ചോദിക്കരുത് കേട്ടോ. അതെ, കച്ചവടത്തില് സെന്റിമെന്റ്സ് പാടത്തില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് എന്തായി? എല്ലായിടത്തും ഒട്ടിച്ച്. പിന്നെ ഒരു കാര്യം പറയാം,
അതുവഴി പോകുമ്പോ ഒന്ന് വലിച്ചേറി കളയരുത്. അത് ശരി, ഞാൻ എന്തിനു വലിച്ചേറി കളയണം? ഞാൻ ചേച്ചിയെക്കാളും ഫേമസ് ആവുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അശ്ശേ, അയ്യേ, എന്തൊരു ചിന്താഗതിയാണത്. അവള് പറഞ്ഞ കേട്ടാ, അവള് ഫേമസ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.